നമസ്കാരം. 2025 എന്ന പുതുവർഷത്തിൽ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ തീർച്ചയായും കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ എത്തുന്നത് അഥവാ കൊടുങ്ങല്ലൂർ അമ്മയെ ദർശിച്ച് ആ വർഷം ആരംഭിക്കുന്നത് ഏറ്റവും ശുഭകരമായി തീരും. ഈ നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും സഹായകരമായി തീരും. അതിനാൽ തീർച്ചയായും നിങ്ങൾ 2025 ആരംഭത്തിലോ അതിനു മുന്നോടിയായാണ് എങ്കിലും ദർശനം നടത്തി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുക. എന്നാൽ 2025 തുടക്കത്തിൽ തന്നെ ദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ നിങ്ങൾ തീർച്ചയായും ദർശനം നടത്തുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അമ്മയുടെ നടയിലേക്ക് കൊണ്ടുപോകേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ചുവന്ന പട്ട് വാങ്ങുകയും ആ ചുവന്ന പട്ടിൽ 11 ഒറ്റ രൂപ നാണയങ്ങൾ സമർപ്പിക്കുക. ഇത് പൊതിഞ്ഞ് കിഴിയായി നിങ്ങൾ പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കണം. നിത്യവും വിളക്ക് തെളിയിക്കേണ്ടതും അനിവാര്യമാണ്. നിത്യവും വിളക്ക് തെളിയിച്ച് തന്നെ സൂക്ഷിക്കുക. എന്താണോ പോകുന്നത് അതിന് മുന്നോടിയായി തന്നെ ഇപ്രകാരം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ തലയ്ക്കുഴിഞ്ഞ് ഇപ്രകാരം നാണയം സൂക്ഷിക്കുക. കുടുംബാംഗങ്ങളുടെ ഒഴിയണം എങ്കിൽ തീർച്ചയായും കുടുംബാംഗങ്ങളുടെയും തലയ്ക്ക് ഒഴിയാവുന്നതാണ്. ഇപ്രകാരം തലയ്ക്കുഴിഞ്ഞ നാണയം ചുവന്ന പട്ടിൽ കിഴി കെട്ടി നിങ്ങൾ സൂക്ഷിക്കുക. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഈ കിഴി അമ്മയുടെ നടയിൽ സമർപ്പിക്കുകയോ ഭണ്ഡാരത്തിൽ ഇടുകയോ ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഈ കാര്യം ചെയ്തുകൊണ്ട് വേണം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുവാൻ. ഇനി ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഈ പറയുന്നതിന്റെ അർത്ഥം മറ്റു നക്ഷത്രക്കാർ ദർശനം നടത്തരുത് എന്നല്ല. ആര് തന്നെ അമ്മയെ ദർശനം നടത്തിയാലും സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ നക്ഷത്രക്കാർ തീർച്ചയായും ദർശനം നടത്തണം എന്നാണ് പരാമർശിക്കുന്നത്. അമ്മേ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. പൊതുവെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾക്കും തൊഴിൽ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ വന്നു ചേരുന്നതിനും കാരണമായി തീരാം. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം. തൊഴിൽ രംഗത്ത് ഉയർച്ച നേടുവാനും വലിയ പ്രശ്നങ്ങൾ വന്നു ചേരാതിരിക്കുവാനും ഭാഗ്യം വന്നു ചേരുവാനും തീർച്ചയായും കൊടുങ്ങല്ലൂരമ്മയെ ദർശിക്കുന്നത് ഉത്തമമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഇരട്ടിക്കുക തന്നെ ചെയ്യും. സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിച്ചു എന്ന് വരാം. തീർച്ചയായും ഇവർ ഭാഗ്യസൂക്തം കൂടി വഴിപാടായി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചെലവ് ജീവിതത്തിൽ വന്ന് ചേരുന്നവരാകുന്നു. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിലും അത് ഒഴിവാക്കുവാനും മംഗളകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ചിലവുകൾ, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതായ ചില ടെൻഷനുകൾ, ചിലവുകൾ, അതായത് അനാവശ്യമായ ചിലവുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുവാനും ഇവർക്ക് ശ്രദ്ധിക്കേണ്ടതായ ഒരു വർഷം കൂടിയാണ് ഇത്. അതിനാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുവാനും കൂടാതെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനും അമ്മയെ ദർശിക്കുന്നതിലൂടെ ഇവർക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം വാങ്ങി പുതിയ വർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. നടത്തേണ്ടതായ വഴിപാട് കടും പായസവും മാല വഴിപാടുമാകുന്നു. തീർച്ചയായും ദേവിക്ക് ഈ വഴിപാട് നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മകീരം നക്ഷത്രക്കാർ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യം ആഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാലും ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ആഹാര കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. അമിതമായ വണ്ണം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ജീവിതത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങളും സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് തേടിയെത്തുവാനും ഇവർ തീർച്ചയായും ദേവിയെ ദർശിക്കേണ്ടത് അനിവാര്യമാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ഈ സമയം ദേവിക്ക് ഭാഗ്യസൂക്ത വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്.
മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാർക്ക് പൊതുവിൽ ആദ്യ പകുതി വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതായ ഒരു വർഷം തന്നെയാകുന്നു. മെയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം കൂടിയാകുന്നു. എന്നാൽ വരവിനെ അനുസരിച്ചുള്ള ചെലവും ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ഇതെല്ലാം അതായത് ജീവിതത്തിൽ നിന്നും പല ദുഃഖ ദുരിതങ്ങൾ ഒഴിവാക്കുവാനും ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾ ഒഴിഞ്ഞ് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തേടി വരുവാനും ദേവിയെ പ്രാർത്ഥിക്കുന്നതും ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും കൊടുങ്ങല്ലൂരമ്മയെ ദർശിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഈ സമയം ദേവിക്ക് എണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അല്പം ശ്രദ്ധയോടെ ചെയ്യേണ്ടതായ സമയം തന്നെയാകുന്നു. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. എന്നാൽ മാനസികപരമായ പിരിമുറുക്കങ്ങൾ അല്പം വന്നു ചേരാം. അത് പല അവസരങ്ങളിലായും വന്നു ചേരാം, പല സമയങ്ങളിലായി വന്നു ചേരാം. അതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ നിലനിൽക്കുന്നതായ പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നു ചേരാതിരിക്കുവാനും ദേവിയെ ദർശിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. പട്ട് വഴിപാടായി നടത്തുവാൻ അല്ലെങ്കിൽ സമർപ്പിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സൗഭാഗ്യവും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ നിറയും. പ്രത്യേകിച്ചും 2025 എന്ന പുതുവർഷം ആരംഭിക്കുന്നതിന് സമയത്ത് തന്നെ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബ ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും അതിവരുടെ ജീവിതത്തിൽ ലഭിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ 2025 സംഭവിക്കാം. സന്താന ഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദമ്പതികൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. സന്തോഷകരമായ നിമിഷങ്ങൾ, വിദേശത്ത് തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. അതിനാൽ തന്നെ ഇത്തരം സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരാനും ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാനും നിങ്ങൾക്ക് ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ, ദേവിയുടെ നടയിൽ എത്തുന്നതിലൂടെ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായ വർധനവും ഈ വർഷം കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും ദേവിയുടെ അനുഗ്രഹത്താൽ സാധിക്കുക തന്നെ ചെയ്യും. അതിനാൽ തീർച്ചയായും നിങ്ങൾ 2025 ദേവിയുടെ നടയിൽ എത്തേണ്ടതായിട്ടുണ്ട്. രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുക്കളുമായി ബന്ധപ്പെട്ട എല്ലാ ദോഷങ്ങളും അവസാനിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വിശ്വസിച്ചവർ തന്നെ നിങ്ങളെ ചതിക്കുന്നതായ സാഹചര്യങ്ങൾ, വേണ്ടപ്പെട്ടവർ തന്നെ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. അതിനാൽ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പൊതുപ്രവർത്തകർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. എങ്കിലും ചില കൂട്ടുകെട്ടുകൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ പലവിധ നഷ്ടങ്ങൾക്കും അത് കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അലസത ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അന്നന്ന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. മഹിഷാസുര മർദ്ദിനി പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഇരട്ടിക്കുക തന്നെ ചെയ്യും. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ തീർച്ചയായും ദേവിയുടെ നടയിൽ എത്തേണ്ടത് അനിവാര്യമാണ്. ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ തീർച്ചയായും ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുക തന്നെ ചെയ്യും. ഇപ്പോൾ അനുഭവിക്കുന്നതായ ഏതൊരു പ്രശ്നത്തിനും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതിനാൽ സാധിക്കുന്ന ഏവരും കൊടുങ്ങല്ലൂരമ്മയെ ദർശിക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും.